നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പറാണ് പരിചയപ്പെടുന്നത്. നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പോളാർ റെപ്രസെൻറ്റേഷൻ ഓർ കൺവേർഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഇൻ ടു പോളാർ ഫോം. ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിൽ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി നേരത്തെ 10th സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഓരോ പോയിൻറ്റിനും 2 കോർഡിനേറ്റ്സ്, ഒന്നാമത്തത് എക്സ് കോർഡിനേറ്റ്, രണ്ടാമത്തത് വൈ കോർഡിനേറ്റ്. അപ്പോൾ ഒരു പോയിൻറ്റിന് നമ്മൾ ഫോർ എക്സാമ്പിൾ ദി പോയിൻറ്റ് എ ഈസ് 3, 3. Therefore its x coordinate is 3 and y coordinate is 3. And another point is on the x-axis E. It is x coordinate is 4 and y coordinate is 0. And look at the point D. It is x coordinate is 0, y coordinate is 1. And again B -4, 2. And C -2, -2. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുന്നത് നമുക്കറിയാം എക്സ് ആക്സിസിലും വൈ ആക്സിലുമുള്ള വാല്യൂസ് നോക്കി നമ്മൾ പോയിൻറ്റിനെ നമ്മൾ പ്ലോട്ട് ചെയ്യും. അപ്പോൾ ഈ പോയിൻറ്റ്സിനെ 2 ഡയമെൻഷണൽ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യുന്ന രീതി നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ അതിൽ ഓരോ പോയിൻറ്റും ഓരോ ഓർഡേർഡ് പെയറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു പോയിൻറ്റ് 3, 3 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ. ഇതിൽ എക്സ് കോർഡിനേറ്റ് ആണ് 3, വൈ കോർഡിനേറ്റ് ആണ് 3. അപ്പോൾ ഇവിടെ ആ ഓരോ പോയിൻറ്റും ഓരോ കോംപ്ലക്സ് നമ്പറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 2 ഡയമെൻഷണൽ പ്ലെയിൻ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ആർഗൻറ്റ് പ്ലെയിൻ, അല്ലെങ്കിൽ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ കോംപ്ലക്സ് പ്ലെയിൻ. Therefore a complex number can be represented by a point in the 2 dimensional plane. അപ്പോൾ ആ 2 ഡയമെൻഷണൽ പ്ലെയിനിൽ ഒരു പോയിൻ്റ് വെച്ചിട്ട് നമുക്ക് കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാം. സാധാരണ റിയൽ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു റിയൽ ലൈൻ മാത്രം വരക്കുന്നു, അതിൽ നമ്മൾ പോയിൻ്റ് എടുക്കുന്നു, 1, 2, -3 ഇതൊക്കെ നമുക്ക് ഈ റിയൽ നമ്പറിൽ മാർക്ക് ചെയ്യും. അത് റിയൽ നമ്പർ മാത്രമുള്ള റെപ്രസെൻറ്റേഷനാണ്. ഇനി 2 ഡയമെൻഷണൽ പ്ലെയിനിലാണ് നമ്മൾ ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ പോയിൻ്റ് എ നോക്കുക. എ എന്ന് പറയുന്ന പോയിൻറ്റിലുള്ള എക്സ് കോർഡിനേറ്റ് 3 ആണ്, വൈ കോർഡിനേറ്റ് 3 ആണ്. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് നമ്മൾ x3 എന്ന് എടുക്കുന്നു, ഇമാജിനറി പാർട്ട് 3 എന്ന് എടുക്കും. Therefore this point capital A can be written as A equal to 3 plus 3i. A plus ib ഫോമിൽ എഴുതണമല്ലോ കോംപ്ലക്സ് നമ്പർ അല്ലേ. Therefore we can write the point A as a complex number 3 plus 3i. Or B, how will you write B? B, the point B represents the complex number -4 plus 2i. Real part is -4 and imaginary part is 2. And what about the point C? The C represents the complex number -2 plus -2i. -2 plus -2i. അല്ലെങ്കിൽ നമുക്കെങ്ങനെ പറയാം? -2 minus 2i. Or D can be represented by the complex number 0 plus i. 1i means I. Therefore A represents 3 plus 3i, B represents -4 plus 2i, and C represents -2 plus -2i, and D represents 0 plus i. And what about E? The point E represents 4 plus real part is 4 and imaginary part is 0. Therefore we can write 0i. Therefore E represents the number 0, 4 plus 0i. Therefore when you plot the points as complex numbers, this plane is called what? Argand plane. When you simply plot the points as ordered pairs, it is called a Cartesian plane or a 2-dimensional plane. Here we plot the points as complex numbers. Therefore we say that this plane is what? Argand plane or complex plane. Argand plane or complex plane.
അപ്പോൾ ഒരു കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഓരോ 2 ഡയമെൻഷണൽ പ്ലെയിൻ തന്നെയാണ്. അതിനകത്തുള്ള ഓരോ പോയിൻറ്റും ഓരോ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി ഇതിനകത്ത് ഇതാണ് ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ. ഒരു കോംപ്ലക്സ് നമ്പറിനെ ജോമെട്രിക്കലി നമ്മൾ എവിടെ കാണിക്കും, അതാണ് നമ്മളിവിടെ പറയുന്നത്. സാധാരണ റിയൽ നമ്പർ ആണെങ്കിൽ നമ്മളൊരു റിയൽ ലൈൻ വരച്ചിട്ട് അതിനെ മുകളിൽ പ്ലോട്ട് ചെയ്യും അല്ലേ. അതിവിടെ ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്, ഈ റിയൽ ലൈനിൽ നമ്മൾ 4 എന്ന് പറഞ്ഞു അല്ലേ. 4 എന്ന് പറയുന്ന പോയിൻ്റാണ് ഇ എന്ന് പറയുന്ന പോയിൻ്റ്. റിയൽ ലൈനിൽ 4 ആണ്. ആക്ച്വലി ഇറ്റ് ഈസ് എ റിയൽ നമ്പർ. ആൻഡ് വെൻ യു പ്ലോട്ട് ദിസ് ഓൺ ദി കോംപ്ലക്സ് പ്ലെയിൻ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് നമ്പർ. ദെർഫോർ വി റൈറ്റ് ഇറ്റ് ആസ് 4 + 0i. അതായത് ഇതിന് റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ, ഇമാജിനറി പാർട്ട് 0 ആണ്. പക്ഷേ നമ്മളത് കോംപ്ലക്സ് പ്ലെയിനിൽ കാണിക്കുമ്പോൾ എങ്ങനെ കാണിക്കണം? 4 + 0i എന്ന് കാണിക്കണം. അതുപോലെ ഇമാജിനറി പാർട്ട് മാത്രമുള്ളതാണ് ആര്? ഡിക്ക് റിയൽ പാർട്ട് 0 ആണ്. അത് y ആക്സിലാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് റിയൽ പാർട്ട് 0 ആണ്. ആ പോയിൻറ്റിന് നമുക്ക് 0, 1 ആണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് ഏത് കോംപ്ലക്സ് നമ്പറെ റെപ്രസെൻ്റ് ചെയ്യും? 0 + i, 1i. 0 + i ആണ് ഡി എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ ഒരു പ്ലെയിനിൽ നമുക്ക് കോംപ്ലക്സ് നമ്പറിനെ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ ജോമെട്രിക്കലി നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ കോംപ്ലക്സ് number can be represented geometrically in a 2-dimensional plane, and we plot the point whose real part is x and imaginary part is y as the point x, y. അപ്പോൾ റിയൽ പാർട്ട് എക്സും ഇമാജിനറി വൈയും ആണെങ്കിലോ x + iy എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഇനി നമുക്കതിൻ്റെ മോഡുലസും ആംപ്ലിറ്റ്യൂഡും ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഒരു റിയൽ നമ്പറിൻ്റെ മോഡുലസ്, സപ്പോസ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി മോഡുലസ് ഓഫ് -3. -3യുടെ മോഡുലസ് ഉടനെ നമ്മൾ എഴുതും 3 എന്നല്ലേ. അതായത് ചിഹ്നം നോക്കാതെ എഴുതണം. നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. ചിഹ്നം ഒഴിവാക്കിയിട്ട് എഴുതണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒറിജിനിൽ നിന്നും ആ -3 എന്ന് പറയുന്ന പോയിൻറ്റിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ മോഡുലസ് ആയിട്ട് എടുക്കുന്നത്. അതായത് -3 എന്ന് പറയുന്നത് ഇപ്പം നമ്പർ ലൈൻ കൺസിഡർ ചെയ്താൽ ഈ നമ്പർ ലൈനിൽ നിന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. -3 എന്ന് പറയുന്ന വാല്യൂ നമുക്കറിയാം 0യുടെ ലെഫ്റ്റ് സൈഡിൽ ആണ് -3 എന്ന് പറയുന്ന വാല്യൂ. സപ്പോസ് -3 ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 0യിൽ നിന്നും ആ -3യിലേക്കുള്ള ദൂരം അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൻ്റെ മോഡുലസ്. അതുകൊണ്ടാണ് നമ്മളതിനെ 3 എന്ന് എഴുതുന്നത്. ദൂരം ഒരിക്കലും നെഗറ്റീവായിട്ട് പറയില്ല. അപ്പോൾ ആ -3യുടെ മോഡുലസ് എന്ന് പറയുന്നത് -3 എന്ന് പറയുന്ന പോയിൻറ്റിന്, അതായത് വാല്യൂവിന് ഒറിജിനിൽ നിന്നുള്ള ദൂരം എത്രയാണ്? 3 ആണ്. 3 യൂണിറ്റ്സ് ആണ്. നമ്മളിവിടെ 3 യൂണിറ്റ്സ് എടുത്തിട്ടാണ് -3 മാർക്ക് ചെയ്യുന്നത്. +3 എന്നുള്ള വാല്യൂ നമുക്കറിയാം. +3 സംവെയർ ഇൻ ദി റൈറ്റ് സൈഡ് അല്ലേ. നമ്മൾ റൈറ്റ് സൈഡിൽ അതേ ദൂരത്തിലാണ് +3 മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ +3യുടെ +3 റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ മോഡുലസ് വാല്യൂ? നമ്മൾ സാധാരണഗതിയിൽ എഴുതുമ്പോൾ +3യുടെ മോഡുലസും എന്തിനാണ് എഴുതുന്നത്? 3 എന്നാണ് എഴുതുന്നത്. 3 എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? ഒറിജിനിൽ നിന്നും അതിലേക്കുള്ള ദൂരം. അവിടെ -3 ആയാലും +3 ആയാലും ഒറിജിനിൽ നിന്നും ആ പോയിൻറ്റിലേക്കുള്ള ദൂരം 3 യൂണിറ്റ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മളതിൻ്റെ മോഡുലസ് 3 എന്ന് എഴുതുന്നത്. അപ്പോൾ മോഡുലസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക. നമ്മളിവിടെ ഇനി കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് ആണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം. കോംപ്ലക്സ് നമ്പർ a + ib മോഡുലസ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. √(a² + b² ആണെന്ന് പറഞ്ഞു അല്ലേ. നമ്മളിവിടെ x + iy എന്നുള്ള കോംപ്ലക്സ് നമ്പർ കൺസിഡർ ചെയ്യുന്നു. z = x + iy ആണെന്ന് വിചാരിക്കാം. നമ്മൾ മോഡ് z എന്താ എഴുതുന്നത്? നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡുലസ് എന്താണെന്ന് അല്ലേ. √(x² + y²). ഇനി ഇത് ജോമെട്രിക്കലി എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. ഈ കോംപ്ലക്സ് നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ അല്ലേ. എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, അതായത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. അപ്പോൾ ആ പോയിൻ്റ് ഏതായിരിക്കും? ഏത് പോയിൻ്റാണത് റെപ്രസെൻ്റ് ചെയ്യുന്ന പോയിൻ്റ്? എക്സ്, വൈ ആണ്. അതായത് XY എന്നുള്ള പോയിൻ്റാണ് സെഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോയിൻ്റ്. ഇനി ഇതിലേക്ക് ഒറിജിനിലുള്ള ദൂരമാണ് നമ്മുടെ മോഡുലസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മോഡുലസ് ജനറലി അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒറിജിനിൽ നിന്നും ആ വാല്യൂയിലേക്കുള്ള, ആ പോയിൻറ്റിലേക്കുള്ള ദൂരം.
അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ദൂരം കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള -3 പോസിറ്റീവ് നമുക്കൊന്ന് ഒഴിവാക്കാം. ഇത് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റ് PXY ആണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ എക്സ് ആക്സിലേക്ക് വരച്ചാൽ ഈ ദൂരം എന്തിനെ റെപ്രസെൻ്റ് ചെയ്യും? പിയുടെ എക്സ് കോർഡിനേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യും. ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏത് ദൂരത്തെയാണ് കാണിക്കുന്നത്? വൈ കോർഡിനേറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ PXY എന്ന് പറയുന്ന ആ പോയിന്റിൽ എക്സ് ആക്സിലുള്ള ദൂരമാണ് അതിൻ്റെ വൈ കോർഡിനേറ്റ്, വൈ ആക്സിലുള്ള ദൂരമാണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ ഈ ദൂരം എക്സ് ആണ്, ഈ ദൂരം വൈ ആണ്. റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. എന്തായിരിക്കും ഹൈപ്പോട്ടനിസ് വരിക? ഹൈപ്പോട്ടനിസ് ഈ ദൂരമാണ് നമുക്ക് ഒറിജിനിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ദൂരം. അപ്പോൾ ആ ദൂരം എന്ത് കിട്ടാം? x² + y², റൂട്ട് ഓഫ് x² + y². അപ്പോൾ ഇതാണ് ഈ ദൂരത്തെ റൂട്ട് ഓഫ് x² + y² എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് mod z = റൂട്ട് ഓഫ് x² + y². അപ്പോൾ ഇതാണ് അതിൻ്റെ മോഡുലസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി കോഞ്ചുഗേറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ജോമെട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് പറയാം. എന്തായിരിക്കും കോഞ്ചുഗേറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ x + iy ആയാൽ z കോഞ്ചുഗേറ്റ് എങ്ങനെ നമുക്ക് പറയാം? അതിൻ്റെ ഇമാജിനറി പാർട്ടിന് നെഗറ്റീവ് കൊടുത്താൽ മതി അല്ലേ? x - iy. ഇതാണ് കോഞ്ചുഗേറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ജോമെട്രിക്കലി ഇത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. z എന്ന് പറയുന്ന നമ്മുടെ z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. ഇനി x + iy. ഇനി ഇതിനെ നേരെ മിറർ ഇമേജ്, അതായത് എക്സ് ആക്സിസ് ഒരു മിററായിട്ട് കൺസിഡർ ചെയ്താൽ ഇതേ ദൂരം നമ്മൾ താഴോട്ടേക്ക് എടുത്താൽ ക്യൂവിനെ നമുക്ക് ഇമേജ് എന്ന് പറയാം. ക്യൂ എന്ന് പറയുന്നത് ഇമേജ് ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു ദി മിറർ ആസ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് മിററായിട്ട് എടുത്താൽ ഇതാണ് അതിൻ്റെ ഇമേജ്. അതായത് പിയിൽ നിന്നും താഴോട്ടേക്ക് എക്സ് ആക്സിലേക്കുള്ള അതേ ദൂരം വീണ്ടും നമ്മൾ താഴോട്ടേക്ക് പോകുന്നു. അപ്പോൾ കിട്ടുന്ന പോയിൻ്റാണ് ക്യൂ. അങ്ങനെയുള്ള പോയിൻറ്റ്സിനെ നമ്മൾ മിറർ ഇമേജ് എന്ന് പറയാം. അപ്പോൾ ഇത് ക്യൂ, ഇറ്റ് ഈസ് ദി ഇമേജ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്. ആ പോയിൻറ്റിൻ്റെ പ്രത്യേകത നോക്കുക. എക്സ് കോർഡിനേറ്റ് എന്താണ്? ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് എക്സ് ആണ്, വൈ കോർഡിനേറ്റ് -y ആണ്. അപ്പോൾ ക്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് പ്ലസ് -y, അതായത് ഏത് പോയിൻ്റ് ആയിരിക്കും? ഏത് കോംപ്ലക്സ് നമ്പർ ആയിരിക്കും? x - iy, അതായത് വൈ കോർഡിനേറ്റ് നെഗറ്റീവാണ്. അപ്പം x - iy ആണ് ക്യൂ റെപ്രസെൻ്റ് ചെയ്യുന്ന പോയിൻ്റ്. അതായത് ക്യൂ റെപ്രസെൻ്റ് ചെയ്യുന്ന കോംപ്ലക്സ് നമ്പറാണ് x - iy. എന്താണ് x - iy? കോഞ്ചുഗേറ്റ് ഓഫ് z. അപ്പോൾ പിയുടെ, അതായത് z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് കിട്ടാൻ നമ്മൾ ആ പോയിൻ്റ്, ഏത് പോയിൻ്റാണോ നമ്മുടെ പി, അതിൻ്റെ നേരെ മിറർ ഇമേജ് നമ്മളെടുത്താൽ നമുക്ക് കോഞ്ചുഗേറ്റ് കിട്ടും. അപ്പോൾ x - y, അതായത് ക്യൂ ഈസ് ദി പോയിൻ്റ് വിച്ച് റെപ്രസെൻറ്റ്സ് ദി കോഞ്ചുഗേറ്റ് ഓഫ് പി. പിയുടെ കോഞ്ചുഗേറ്റാണ് ക്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പോളാർ റെപ്രസെൻറ്റേഷനാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. 2 ഡയമെൻഷണൽ പ്ലെയിനിൽ നമ്മളൊരു പോയിൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓർഡേർഡ് പെയർ x, y എന്നാണ്. അതായത് PXY ഈസ് എനി പോയിൻ്റ് ഓൺ ദി 2 ഡയമെൻഷണൽ പ്ലെയിൻ. അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയും ഇതിന്. അതേപോലെ നമ്മളൊരു കോംപ്ലക്സ് പ്ലെയിൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ആർഗൻ പ്ലെയിനിൽ ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു രീതി കൂടിയുണ്ട്. അതിനെയാണ് പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ x, y, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റുമാണ്. സ്മോൾ എക്സ് ആൻഡ് സ്മോൾ വൈ. ഇനി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ മോഡുലസ്, അതായത് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു z = x + iy എന്ന കോംപ്ലക്സ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് പി എന്ന പോയിൻ്റാണ്. പി എന്ന പോയിൻ്റാണ് ആ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് പിയിൽ നിന്നും ഒറിജിനിലേക്കുള്ള ദൂരമാണ്. അതായത് റൂട്ട് ഓഫ് x² + y² ആണ് പി, അല്ലെങ്കിൽ
z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈയുടെ മോഡുലസ്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ദൂരമാണ് ഒറിജിനിൽ നിന്നും പിയിലേക്കുള്ള ദൂരം. അതുകൊണ്ട് നമ്മളിതിനെ പറയുന്നത് മോഡുലസ് എന്നാണ്. അതേപോലെ തന്നെ എക്സ് ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനും ഒ പിയും തമ്മിലൊരു ആംഗിൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ചിത്രം ഒന്ന് സെപ്പറേറ്റ് നോക്കാം. എക്സ് ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ ഈസ് ഒ എക്സ് ആൻഡ് ഒ പി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി തീറ്റ. തീറ്റ എന്ന് പറയുന്ന ആംഗിളാണെന്ന് കരുതുക. ഒ പിയുടെ ലെങ്ത്ത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. മോഡുലസ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ സെഡ് ആണ്. അതായത് പി എക്സ് വൈ എന്ന കോർഡിനേറ്റ്സ് പ്രകാരം പി ഈസ് ദി കോംപ്ലക്സ് നമ്പർ, സെഡ് ഈക്വൽ ടു പി ഈസ് ദി കോംപ്ലക്സ് നമ്പർ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. അപ്പോൾ ഈ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈയുടെ മോഡുലസ് ആണ് ഒ പിയുടെ ലെങ്ത്ത്. ദഫോർ വി സേ ദാറ്റ് മോഡ് സെഡ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ ഈ മോഡ് സെഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആർ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. ദഫോർ ആർ ഈസ് ഈക്വൽ ടു മോഡ് സെഡ്. ആറിനെ നമുക്ക് മോഡ് സെഡ് എന്ന് എടുക്കാം, അതായത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി ആംഗിൾ തീറ്റ എടുത്തു. തീറ്റ ഈസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദി പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ഒ എക്സ്. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ഒ എക്സ് ഈസ് ദിസ് വൺ ആൻഡ് ഒ പി ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ തീറ്റയ്ക്ക് നമ്മൾ പറയുന്ന പേര് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് എന്നാണ്. ആംപ്ലിറ്റ്യൂഡ്, ഇതിന് വേർഡ് ശ്രദ്ധിക്കുക, ആംപ്ലിറ്റ്യൂഡ് ഓർ അനദർ നെയിം ഈസ് ആർഗ്യുമെൻ്റ്. ആംപ്ലിറ്റ്യൂഡ് ഓർ ആർഗ്യുമെൻ്റ്. തീറ്റ ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ആർഗ്യുമെൻ്റ് തീറ്റ. ഈ തീറ്റയെയും ആറിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പിയുടെ പൊസിഷൻ ഏതാണെന്ന് നമുക്ക് പറയാൻ ഈ രണ്ട് കാര്യങ്ങൾ മതി. അതായത് ഒറിജിനിൽ നിന്നും പോയിന്റിലേക്കുള്ള ദൂരവും ആംഗിൾ മെയ്ഡ് ബൈ ദി സെഗ്മെൻറ്റ് ഒ പി വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, ദാറ്റ് ഈസ് തീറ്റ. തീറ്റയും ആറും കിട്ടിക്കഴിഞ്ഞാൽ, തീറ്റയും ആറും എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പി എവിടെയാണെന്ന് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പി എന്ന് പറയുന്ന പോയിൻറ്റിനെ നമുക്ക് പുതിയൊരു കോർഡിനേറ്റ് ഉണ്ടാക്കാം. പി ഈസ് വി ക്യാൻ റെപ്രസെൻറ്റ് പി യൂസിങ് ആർ ആൻഡ് തീറ്റ, ആർ കൊമ തീറ്റ. അതായത് ഇവിടെ നമ്മൾ ആർ എന്നുള്ളത് മോഡുലസും തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റും ആയിട്ട് എടുക്കുന്നു. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻറ്റിനെ നമുക്ക് പുതിയൊരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാം, ആർ കൊമ തീറ്റ. Therefore, P is expressed in terms of modulus and amplitude. This representation is called polar coordinates. അപ്പോൾ പിയുടെ പോളാർ കോർഡിനേറ്റ്സ് എന്താണ്? ആർ ആൻഡ് തീറ്റയാണ്. പി ആർ കൊമ തീറ്റ. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞ കോർഡിനേറ്റ്സ് ഒന്ന് നോക്കാം. എന്ത് കോർഡിനേറ്റ്സ് ആണിത്? പി എക്സ് കൊമ വൈ എന്ന് പറയുന്നത് എക്സ് ആക്സിലും വൈ ആക്സിലും നമ്മൾ പെർപെൻഡിക്കുലർ വരക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഡിസ്റ്റൻസ്, അതായത് എക്സ് ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരക്കുമ്പോൾ കിട്ടുന്ന ആ ദൂരത്തെ സ്മോൾ എക്സ് എന്നും വൈ ആക്സിലേക്ക് നമ്മൾ വരക്കുന്ന പെർപെൻഡിക്കുലർ കിട്ടുന്ന ദൂരത്തെ സ്മോൾ വൈ എന്നെടുത്താൽ എക്സ് കൊമ വൈയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയും. അതായത് ഈ പി എക്സ് കൊമ വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്. ഇനി നമ്മളിപ്പോൾ കണ്ട കോർഡിനേറ്റ്സിനെ നമ്മൾ പറയുന്നത് പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയും. അതായത് ഇതിന് നമ്മൾ പറയുന്ന പേര് പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയും. കോഓർഡിനേറ്റ്സ്. അതായത് പി എന്ന് പറയുന്ന പോയിൻറ്റിനെ രണ്ട് രീതിയിൽ, കോംപ്ലക്സ് പ്ലെയിനിലാണെങ്കിൽ പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിക്കാം, 2 ഡയമെൻഷണൽ കാർട്ടീഷ്യൻ പ്ലെയിനിലാണെങ്കിൽ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. പീനെ ആർ കൊമ തീറ്റ എന്നുള്ള റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അത് പോളാർ കോർഡിനേറ്റ്സ് ആണ്. ഇനി കോംപ്ലക്സ് നമ്പറിനെ ഈ ആറും തീറ്റയും വെച്ച് നമുക്ക് ഈ സെറ്റിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം. അതായത് നമ്മളിപ്പം നേരത്തെ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ തീറ്റ മാർക്ക് ചെയ്തത് ഈ ആംഗിളായിട്ടാണ്. തീറ്റ ഈസ് ദിസ് ആംഗിൾ അല്ലേ. ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് നമ്മൾ എന്തായിട്ട് കരുതിയത്? ആറായിട്ട് കരുതിയത്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആറാണ്. അതിൽ ഈ റൈറ്റ് ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. റൈറ്റ് ട്രയാങ്കിളിൽ നമുക്ക് സൈൻ തീറ്റ എങ്ങനെ എഴുതാം? സൈൻ തീറ്റ ഈസ്, ലുക്ക് അറ്റ് ദി ഫിഗർ, ഇത് എക്സ് ആണ്, ഇത് തീറ്റയാണ്. ഈ റൈറ്റ് ട്രയാങ്കിൾ ഒന്ന്
കൺസിഡർ ചെയ്യാം. നമുക്ക് ഈ പോയിൻറ്റിനെ തൽക്കാലം എം എന്ന് വിളിക്കാം. എം എന്നുള്ള പോയിൻ്റായിട്ട് എടുക്കാം. എക്സ് ആക്സിൽ മുട്ടുന്ന പോയിൻ്റ് എം എന്ന് എടുക്കാം. അപ്പോൾ ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം? ലുക്ക് അറ്റ് ദി ട്രയാങ്കിൾ ഒ എം പി. ഒ എം പി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ സൈൻ തീറ്റ നമ്മൾ എങ്ങനെ എഴുതുക? സൈൻ തീറ്റ ഈസ് വൈ ബൈ ആർ അല്ലേ? ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ആറാണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ആറായിട്ട് എടുക്കുന്നത്. അപ്പോൾ സൈൻ തീറ്റ എന്തായിട്ട് എടുക്കാം? സൈൻ തീറ്റ ഈസ് വൈ ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് വൈ ബൈ ആർ. ആൻഡ് കോസ് തീറ്റ എന്തായിട്ട് എടുക്കാം? കോസ് തീറ്റ ഈസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് എക്സ് ബൈ ആർ എന്ന് എടുക്കാം. അപ്പോൾ കോസ് തീറ്റ എക്സ് ബൈ ആറും സൈൻ തീറ്റ വൈ ബൈ ആറുമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് എക്സ് ഈക്വൽ ടു എന്താണ് കിട്ടുക? ആർ കോസ് തീറ്റ എന്ന് കിട്ടും. വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് കിട്ടും. അതായത് ആർ എന്നുള്ള വാല്യൂ നമുക്ക് ലെഫ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത എഴുതാം. നമുക്ക് അടുത്ത പേജിൽ നമുക്ക് എഴുതാം. ആ ട്രയാങ്കിളിൽ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, y equal to r sin theta. Similarly, you can write z is equal to x plus iy. നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് z equal to x plus iy ആണ്. ഇനി എക്സിന് പകരം നമുക്ക് r cos theta എന്ന് കൊടുക്കാം. yക്ക് പകരം i into r sin theta എന്ന് കൊടുക്കാം. ഇനി r ഇതിൻ്റെ പുറത്തേക്ക്, കോമൺ ആയിട്ടുള്ള r പുറത്തേക്ക് എടുത്താൽ cos theta plus i sin theta. അപ്പോൾ സെഡിനെ ഇപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? നേരത്തെ നമ്മൾ സെഡിനെ എഴുതിയത് എക്സ് പ്ലസ് ഐ വൈ എന്നായിരുന്നു. ഇപ്പോൾ സെഡിനെ എഴുതിയിട്ടുള്ളത് ആറും തീറ്റയും വെച്ചിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. സെഡ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഈ ഫോമിനെയാണ് സെഡിൻ്റെ പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് പോളാർ റെപ്രസെൻറ്റേഷൻ, പോളാർ ഫോം എന്ന് പറയാം നമുക്ക് ഷോർട്ടാക്കിയിട്ട്. പോളാർ ഫോം ഓഫ് ദി കോംപ്ലക്സ് നമ്പർ സെറ്റ്. അപ്പോൾ ഇതാണ് പോളാർ ഫോം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്, റെപ്രസെൻറ്റേഷനാണ്. സെഡ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. നമ്മൾ നേരത്തെ കണ്ട ഈ ഫോമിന് എന്താ പറയുക? ദിസ് ഈസ് ദി സ്റ്റാൻഡേർഡ് ഫോം. എ പ്ലസ് ഐ ബി എന്നുള്ള ഫോമാണിത്. ഇതിന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോം എന്നാണ്. ഇനി ഈ ഫോമിന് എന്താ പറയുക? ദിസ് ഈസ് കോൾഡ് വാട്ട്? പോളാർ ഫോം ഓഫ് ദി കോംപ്ലക്സ് നമ്പർ സെറ്റ്. അപ്പോൾ സെഡ് ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയെ നമുക്ക് പോളാർ ഫോം എന്ന് പറയാം. പോളാർ ഫോമിലേക്ക് ഒരു കോംപ്ലക്സ് നമ്പറിനെ കൺവേർട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇപ്പോൾ എക്സാമിനൊക്കെ ഉറപ്പായിട്ടും വരുന്ന ഒരു ഭാഗമാണ്, പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓർത്ത് വെക്കാം. നമുക്കതിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഒന്ന് ഓർത്ത് വെക്കാം. പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് സെഡ് ഈക്വൽ ടു ആർ ബ്രാക്കറ്റിനകത്ത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇവിടെ ആർ എന്താണ്? r is root of x square plus y square, that is r is modulus of z. സെഡിൻ്റെ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് ആണ് ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീറ്റ എന്താണ്? ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് ആണ്. അതായത് ആംഗിൾ മെയ്ഡ് ബൈ ഒ എക്സ് വിത്ത് ഒ പി അല്ലേ? അതാണ് തീറ്റ ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പക്ഷേ തീറ്റയുടെ വാല്യൂ നമ്മൾ നെഗറ്റീവ് പൈക്കും പോസിറ്റീവ് പൈക്കും ഇടയിലുള്ള വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യണം. അതിനാണ് നമ്മൾ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ആർഗ്യുമെൻറ്റിൻ്റെ ഷോർട്ടാണ് ആർഗ് സെഡ്. സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ ആർഗ് സെഡ് എന്ന് ഉപയോഗിക്കുന്നു. തീറ്റ ഈസ് കോൾഡ് വാട്ട്? ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഇനി തീറ്റയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് പൈക്കും പോസിറ്റീവ് പൈക്കും ഇടയിൽ വരണം എന്നല്ലേ? നെഗറ്റീവ് പൈക്കും പോസിറ്റീവ് പൈക്കും ഇടയിലുള്ള വാല്യൂവിനെ നമ്മൾ പറയുന്നത് പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് എന്ന്. പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്. തീറ്റ എന്നുള്ള ആംഗിളിനെ പല രീതിയിൽ നമുക്ക് എടുക്കാം. കാരണം സർക്കുലർ ഫംഗ്ഷനാണ് തീറ്റ എന്ന് പറയുന്നത്. നമ്മളൊരു സർക്കിളിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീറ്റേനെ നമുക്ക് പല രീതിയിൽ പല മെഷറിൽ തീറ്റ വന്നുകൊണ്ടേയിരിക്കും. സർക്കുലർ ഫംഗ്ഷൻ ആകുമ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ എടുക്കുന്ന വാല്യൂ തീറ്റയുടെ എന്തായിരിക്കണം? മൈനസ് പൈക്കും പ്ലസ് പൈക്കും ഇടയിലുള്ള വാല്യൂ ആയിരിക്കണം. ആ വാല്യൂവിന് നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്. Therefore, theta must be in between minus pi and plus pi, and it is called the principal argument. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ എക്സ് സെഡ് ഈക്വൽ ടു
എക്സ് പ്ലസ് ഐ വൈ നമുക്ക് തന്നിരുന്നാൽ അതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധാരണ എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അത് നമുക്ക് പോളാർ ഫോം നന്നായിട്ട് അറിയണം. എന്താണ് പോളാർ ഫോം എന്നറിയണം. അതിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ ലെറ്ററും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും അറിയണം. ആർ എന്ന് പറയുന്നത് മോഡുലസ് ആണ്. തീറ്റ എന്താണ്? ആർഗ്യുമെൻ്റ്, അല്ലെങ്കിൽ അതിനെ പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് എന്നാണ്. ഇനി പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് -πയ്ക്കും +πയ്ക്കും ഇടയിലുള്ള തീറ്റക്കാണ് നമ്മൾ പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു ചോദ്യം നോക്കാം. റെപ്രസെൻറ്റ് ദി കോംപ്ലക്സ് നമ്പർ √3 + i ഇൻ പോളാർ ഫോം. √3 + i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിലേക്ക് റെപ്രസെൻ്റ് ചെയ്യാനാണ് പറയുന്നത്. Therefore, the first step is let z equal to √3 + i. ആദ്യം സെഡിനെ നമ്മൾ √3 + i എന്ന് എടുക്കുക. z equal to √3 + i. Therefore, x equal to √3 and y equal to ഇമാജിനറി പാർട്ടാണ് y വേണ്ടത് 1 ആണ്. ഇനി നമുക്ക് z-നെ എങ്ങനെ എഴുതാം? z equal to r into, this is the form, r into cos theta plus I sin theta. r equal to cos theta plus I sin theta. ഇനി z equal to √3 + i നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. z equal to r cos theta plus I sin theta നമ്മൾ പോളാർ ഫോമിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഫോർമാറ്റ് എടുക്കുന്നു. ഇനി രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഈ പോളാർ ഫോമിലുള്ള റിയൽ പാർട്ട് എന്താ വരിക? ആർ കോസ് തീറ്റ അല്ലേ? ഐ ഇല്ലാത്ത ഭാഗമാണ് റിയൽ പാർട്ട്. അപ്പോൾ ആർ കോസ് തീറ്റയാണ് ഇതിൻ്റെ റിയൽ പാർട്ട്, ആർ സൈൻ തീറ്റയാണ് ഇമാജിനറി പാർട്ട്. ഇനി നമുക്ക് എക്സ് ഈക്വൽ ടു √3 ആൻഡ് വൈ ഈക്വൽ ടു 1 ആണ് അല്ലേ? നമുക്ക് അതിനെ ആർ കണ്ടുപിടിക്കാം. ആർ ഈക്വൽ ടു √(x² + y²). ദാറ്റ് ഈസ് ഈക്വൽ ടു x² എന്ന് പറയുമ്പോൾ 3, y² എന്ന് പറയുമ്പോൾ 1, √3 + 1 ദാറ്റ് ഈസ് √4. ആർ എന്ന് പറയുന്ന മോഡുലസ് ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ മാത്രം നമ്മൾ എടുക്കുന്നു 2. അപ്പോൾ 6 കിട്ടി, 2 ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പോളാർ റെപ്രസെൻറ്റേഷനിൽ വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വാല്യൂ ആണ് 6. ആർ ഈക്വൽ ടു 2 കിട്ടിക്കഴിഞ്ഞു. ഇനി കോസ് തീറ്റ സൈൻ തീറ്റ കിട്ടണം അല്ലേ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ കിട്ടണം. സൈൻ തീറ്റയ്ക്കും നമ്മൾക്ക് തീറ്റ വാല്യൂ കിട്ടണം. തീറ്റയാണ് ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത്. ആറും തീറ്റയാണ് നമ്മൾ ഇതിനകത്ത് കാര്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത്. 6 കിട്ടിക്കഴിഞ്ഞു, 2 ആണ്. ഇനി തീറ്റ എങ്ങനെ കിട്ടും നോക്കാം. ഇതിൽ ആർ കോസ് തീറ്റ നമുക്ക് നോക്കാം. ആർ കോസ് തീറ്റ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയാണ്. അതായത് എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം √3 ആണ്. 6 ഇപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു 2 ആണ്. 2 കോസ് തീറ്റ. ഇതപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും? √3/2. ഇനി y ഈക്വൽ ടു എന്താണ്? ആർ സൈൻ തീറ്റ. y 1 ആണ്. 1 ഈക്വൽ ടു 2 സൈൻ തീറ്റ. ഇതപ്പോൾ സൈൻ തീറ്റ എന്താണ്? 1/2. ഇത് നമ്മൾ തീറ്റേൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, അടുത്ത വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോസ് തീറ്റയും സൈൻ തീറ്റയും ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ പോസിറ്റീവാണ് അല്ലേ? പോസിറ്റീവ് ആകുമ്പോൾ തീറ്റ ഏത് ക്വാഡ്രൻറ്റിലായിരിക്കും? കോസ് തീറ്റയും സൈൻ തീറ്റയും പോസിറ്റീവ് ആകുന്ന ക്വാഡ്രൻ്റ് ഏതാണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ അല്ലേ? അപ്പോൾ തീറ്റയുടെ വാല്യൂ നമുക്ക് ഇവിടെ തന്നെ കണ്ടുപിടിക്കാൻ വേഗം തന്നെ കഴിയും. കോസ് തീറ്റ √3/2 സൈൻ തീറ്റ 1/2 ആവുന്ന തീറ്റ ഏതാണ്? തീറ്റ ഈസ് ഈക്വൽ ടു, നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാകുമ്പോൾ നമുക്ക് എടുക്കാം തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? വാല്യൂ √3/2 കിട്ടുന്ന തീറ്റ ഏതാ? കോസ് തീറ്റ √3/2 കിട്ടുന്ന തീറ്റ ഏതാണ്? π/6, അതായത് 30 ഡിഗ്രിയാണ്. അപ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞു -πയ്ക്കും +πയ്ക്കും ഇടയിലുള്ള തീറ്റ വേണമെന്ന് അല്ലേ? -πയ്ക്കും +πയ്ക്കും ഇടയിലുള്ള തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് -πയ്ക്കും +πയ്ക്കും, +π എന്ന് പറഞ്ഞാൽ ഇത്രയും വരെയാണ് +πയുടെ വാല്യൂ അല്ല. -π എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കണം. -π ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ +π, ഇത് +π ആണ്. ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്താൽ ഇത് -π ആണ്. അപ്പം +πയ്ക്കും -πയ്ക്കും ഇടയിലുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ നമുക്ക് ആ വാല്യൂ തീറ്റ എന്ന് എടുക്കാം. സെക്കൻഡിലാണെങ്കിൽ π - തീറ്റ എന്ന് എടുക്കാം. ഫോർത്തിലാണെങ്കിൽ നെഗറ്റീവ് തീറ്റ എന്ന് എടുക്കാം. തേർഡിലാണെങ്കിൽ -π - തീറ്റ എന്ന് എടുക്കാം.
അത് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഞാൻ കൃത്യമായിട്ട് അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ കോസ് തീറ്റയും സൈൻ തീറ്റയും പോസിറ്റീവാണ് അല്ലേ? അത് ഏത് ക്വാഡ്രൻ്റാ? ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ. അപ്പോൾ നമ്മൾ ആ ആംഗിൾ കൃത്യമായിട്ട് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഏതെടുക്കാം? കോസ് തീറ്റയുടെ വാല്യൂ √3/2 സൈൻ തീറ്റയുടെ വാല്യൂ 1/2 കിട്ടുന്ന തീറ്റ ഏതാണ്? π/6. അപ്പോൾ തീറ്റ തന്നെയാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സെഡിനെ ഒന്നുകൂടി മാറ്റി എഴുതാം. അതായത് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് കിട്ടിയത്? r = 2 എന്ന് കിട്ടി, തീറ്റ = π/6 എന്നും കിട്ടി. നമുക്കപ്പോൾ സെഡിനെ എഴുതാം 2 ഇൻറ്റു അല്ലേ, r ഇൻറ്റു 2 ഇൻറ്റു കോസ് π/6 പ്ലസ് i സൈൻ π/6. ഇങ്ങനെ സെഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മളെന്ത് പറയുന്നത്? പോളാർ ഫോം ഓഫ് ദി കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ സെഡ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് തീറ്റ. അപ്പോൾ ദിസ് ഈസ് കോൾഡ് വാട്ട്? പോളാർ ഫോം ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. നമുക്കിത് ഓരോന്നായിട്ട് ഓരോ ടൈപ്പിൽ തീറ്റ പല ക്വാഡ്രൻറ്റിൽ വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നോക്കാം. അടുത്ത ഒരു ചോദ്യം നോക്കാം. കൺവേർട്ട് ദി കോംപ്ലക്സ് നമ്പർ -1 + i√3 ഇൻറ്റു പോളാർ ഫോം. ഒരു കോംപ്ലക്സ് നമ്പറിന് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഏത് ഫോമിലേക്ക് മാറ്റണം? പോളാർ ഫോമിലേക്ക് മാറ്റണം. ദഫോ സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. z = -1 + i√3. അപ്പോൾ ഇവിടെ നമ്മൾ x എഴുതുന്നു. x എത്രയാണ്? ഒരു റിയൽ പാർട്ട് -1. y എത്രയാണ്? √3. അപ്പോൾ z = -1 + i√3. ഇനി z-നെ നമ്മൾ പോളാർ ഫോർമുല എഴുതുന്നു. r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റ. Then r is equal to modulus value √(x² + y²). That is equal to √1 + 3 is equal to √4 = 2. r കിട്ടിക്കഴിഞ്ഞു. ഇനി x = -1. അപ്പം r cos θ = -1 and r sin θ = y. y means √3. Therefore our cos θ. So we can write cos θ = -1/r, that is 2. Sin θ is equal to √3/r, 2. Therefore cos θ is -1/2 and sin θ is √3/2. നമുക്കറിയാം ക്വാഡ്രൻറ്റിൽ കോസ് തീറ്റ നെഗറ്റീവും സൈൻ തീറ്റ പോസിറ്റീവായിട്ടുള്ള ക്വാഡ്രൻ്റ് ഏതാ? സെക്കൻഡ് ക്വാഡ്രൻ്റ്. ഇവിടെയാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ അവിടെ വരുമ്പോൾ ആദ്യം നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്നു. നെഗറ്റീവ് നോക്കാതെ ആംഗിൾ കണ്ടുപിടിക്കുക. അതായത് കോസ് തീറ്റ 1/2 കിട്ടുന്ന, അതുപോലെ സൈൻ തീറ്റ √3/2 കിട്ടുന്ന ആംഗിൾ തീറ്റ എന്താണ് വരിക? തീറ്റയുടെ വാല്യൂ നമുക്കറിയാം. തീറ്റയുടെ വാല്യൂ എന്താണ്? π/3 ആണ്. π/3 ആണ്. അത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിലാണ് π/3. അതായത് നെഗറ്റീവ് ഒന്നും നമ്മൾ നോക്കാതെ എടുക്കുകയാണെങ്കിൽ π/3 ആണ്. പക്ഷേ നമുക്കിവിടെ വേണ്ടത് എന്താണ്? സെക്കൻഡ് ക്വാഡ്രൻ്റിലാണ്. അപ്പോൾ നമ്മുടെ തീറ്റേനെ എങ്ങനെ എടുക്കണം? നമുക്കിവിടെ കിട്ടിയത് π/3 എന്നാണ്. പക്ഷേ അത് സെക്കൻഡ് ക്വാഡ്രൻ്റിലേക്ക് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? π - π/3. തീറ്റ = π - π/3, ദാറ്റ് ഈസ് 2π/3. അതായത് ഇവിടെ എടുക്കേണ്ടത് നമ്മൾ π - ആംഗിളായിട്ട് എടുക്കണം അല്ലേ? π - ദാറ്റ് ആംഗിൾ. ഇവിടെ എടുക്കുമ്പം തേർഡിൽ എടുക്കുമ്പം നെഗറ്റീവ് ഓഫ് ദാറ്റ് വാല്യൂ അങ്ങനെ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ π - തീറ്റ എന്നുള്ള രീതിയിൽ എടുക്കണം. π - π/3 ആർഗ്യുമെൻ്റായിട്ട് എടുക്കുക. അതായത് 2π/3 ആണ് വാല്യൂ. നമുക്കിനി അതിനെ കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിൽ എഴുതാം. z = r മീൻസ് 2 അല്ലേ? കോസ് തീറ്റ 2π/3 പ്ലസ് i സൈൻ 2π/3. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഇൻ ദി പോളാർ ഫോം. കൺവേർട്ട് ദി കോംപ്ലക്സ് നമ്പർ 1 - i ഇൻറ്റു പോളാർ ഫോം. നമ്മുടെ സെഡ് ഇവിടെ 1 - i ആണ്. വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് z = 1 - i. ഇവിടെ x എത്രയാണ്? 1 ആണ്. y എത്രയാണ്? -1. ഇവിടെ z-നെ നമ്മൾ പോളാർ ഫോമിൽ എഴുതുന്നു. r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i
സൈൻ തീറ്റ. ഇനി ആർ കണ്ടുപിടിക്കുന്നു. ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ ഈസ് 1, 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ റൂട്ട് 2. ആർ ഈക്വൽ ടു റൂട്ട് 2. ഇനി ആർ കോസ് തീറ്റ എന്താണ്? ആർ കോസ് തീറ്റ ഈസ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ആർ സൈൻ തീറ്റ എന്താണ്? ഈക്വൽ ടു -1. ഇവിടെ ആർ കോസ് തീറ്റ 1ഉം ആർ സൈൻ തീറ്റ -1ഉം ആണ്. Therefore we can write cos theta is equal to 1 by root 2 and sin theta is equal to -1 by root 2. ഇനി ക്വാഡ്രൻറ്റ് നോക്കണം. കോസ് പോസിറ്റീവും സൈൻ നെഗറ്റീവ് ആവുന്ന ക്വാഡ്രൻറ്റ് ഫോർത്ത് ക്വാഡ്രൻ്റാണ്. ഫോർത്ത് ക്വാഡ്രൻ്റിലാകുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞത്, ഇവിടെ എടുക്കുന്ന ആംഗിളിൻ്റെ നെഗറ്റീവ് എടുക്കണം താഴെ. ഇവിടെ തീറ്റ ആണെങ്കിൽ നെഗറ്റീവ് തീറ്റ എന്ന് എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ആരാണ് വരിക? 1 by root 2 അല്ലേ? 1 by root 2 സൈൻ തീറ്റ 1 by root 2 ആവുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ π/4 ആണ്, 45 ഡിഗ്രി. അത് തേർഡിലല്ല ഫോർത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തീറ്റേനെ നമ്മൾ എങ്ങനെ എടുക്കണം? -π/4 എന്ന് എടുക്കണം. ഫോർത്തിലെടുക്കുമ്പോൾ ഇവിടെ തീറ്റയാണെങ്കിൽ നെഗറ്റീവ് തീറ്റ എന്നാണ് നമ്മൾ ഫോർത്തിലെടുക്കണം. അപ്പോൾ തീറ്റേനെ നമ്മൾ എടുക്കുന്നത് നെഗറ്റീവ് π/4 എന്ന് എടുക്കണം. അപ്പോൾ ആർഗ്യുമെൻറ്റ് നെഗറ്റീവ് π/4 ആണ്. ഇനി സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? സെഡ് ഈക്വൽ ടു ആർ ഇൻറ്റു ദാറ്റ് ഈസ് റൂട്ട് 2 ഇൻറ്റു കോസ് ഓഫ് നെഗറ്റീവ് π/4 പ്ലസ് ഐ സൈൻ നെഗറ്റീവ് π/4, ഐ സൈൻ നെഗറ്റീവ് π/4. അപ്പോൾ ഇതാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഏത് ക്വാഡ്രൻറ്റിലാണ് തീറ്റ വരേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മളതിനെ സെലക്ട് ചെയ്യണം. ഏത് ആംഗിൾ സെലക്ട് ചെയ്യണം എന്ന് കൃത്യമായി മനസ്സിലാക്കി തീറ്റയെ സെലക്ട് ചെയ്യണം. അതാണ് കുറച്ച് ഇവിടെ ഒരു ടാസ്ക് ആയിട്ടുള്ളത്. തീറ്റയുടെ കണ്ടുപിടിക്കൽ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. തീറ്റ കറക്റ്റായാൽ മാത്രമേ പോളാർ ഫോം കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റിലാണെങ്കിൽ നമ്മൾ ആ ആംഗിൾ, അതായത് ഈ വാല്യൂ മാത്രം നോക്കുക. ആ ആംഗിൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ അതേ വാല്യൂ തീറ്റയ്ക്ക് എടുക്കാം. സെക്കൻഡിലാണ് ക്വാഡ്രൻറ്റ് വരുന്നതെങ്കിൽ നമ്മൾ π- ആ വാല്യൂ, ഫസ്റ്റിൽ വരുന്ന ആ വാല്യൂ എടുക്കണം. ഇവിടെ എടുക്കുമ്പോൾ നെഗറ്റീവ് ഓഫ് π- തീറ്റ എടുക്കണം. ഇവിടെയാണെങ്കിൽ നെഗറ്റീവ് തീറ്റ എന്നുള്ള വാല്യൂ ആർഗ്യുമെൻ്റായിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നെഗറ്റീവ് π/4. കാരണം ഈ വാല്യൂ മാത്രം നോക്കുകയാണെങ്കിൽ, പോസിറ്റീവ് വാല്യൂ മാത്രം നോക്കിയാൽ ആംഗിൾ π/4 ആണ് വരിക. അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ. അപ്പോൾ നമുക്ക് ഫോർത്തിലാണ് വേണ്ടത്. അപ്പോൾ തീറ്റേനെ എങ്ങനെ എടുക്കാം? -π/4 എന്ന് എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ഇത് പോളാർ ഫോം എന്നും കൂടി പറയും. ഇതിനെ മറ്റൊരു പേരും കൂടി പറയും, മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം. മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം എന്ന് പറഞ്ഞാലും പോളാർ ഫോം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം.